ഹലോ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. പതിവില്ലാണ്ട് ഞാൻ എന്താ എഴുന്നേറ്റെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും. വേറെ ഒന്നുമല്ല, ഇന്ന് ഏട്ടന് 6 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്കും ഏട്ടന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ 4:30ക്ക് എഴുന്നേൽക്കുക. അല്ലെങ്കിൽ ഞാൻ 7:30, 8 മണി, 7 മണി ഈ സമയങ്ങളൊക്കെ എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ എന്തായാലും ആ സമയത്ത് നമുക്ക് എഴുന്നേൽക്കുമ്പം ഭയങ്കര ഉറക്കപ്പിച്ചായിരിക്കുമല്ലേ. അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഉഷാറായിട്ട് നിന്നോളൂ എന്ന് വിചാരിച്ചിട്ട് ഈ സമയമാകുമ്പം ഞാനപ്പം ഏട്ടനൊരു കാപ്പി ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കാപ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ട കാപ്പിയാണ്. എനിക്കങ്ങനെ വലിയ മെനക്കൊന്നും എന്താ പറയുക കാപ്പി ഇടാൻ അറിയാൻ പാടില്ല. എന്താണെന്നറിയാൻ പാടില്ല. ഞാൻ എപ്പോൾ പൊടിയിട്ടാലും അതിലെ കാപ്പിപ്പൊടി കൂടി നിൽക്കും. അതുകൊണ്ട് എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്ക് നല്ലൊരു കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ കുടവയറ് വല്ലാണ്ടങ്ങ് വലുതായിട്ടുണ്ട്. എക്സസൈസ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ വള്ളിച്ചാട്ടത്തിൻ്റെ വള്ളിയും കോലും കുറുവടിയും ഒക്കെ മേടിച്ച് വെച്ചിട്ട് കുറേ നാളെ, ഒരു വർഷം കണ്ടു ആവാനായി. വല്ലപ്പോഴും ഒരു മൂച്ച് കയറി വല്ല ഡ്രസ്സ് ഇടുമ്പോൾ വയറ് ഉന്തി നിൽക്കണമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ഞാൻ വള്ളിച്ചാട്ടം ചാടാറുള്ളത്. പിന്നെന്താ, ഇപ്പം ആലോചിക്കണിരുന്നത് കണ്ടപ്പോൾ ദൈവമേ ഇങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, ആ പണ്ടാരം കുറയ്ക്കണമല്ലോ എന്ന്. വെറുതെയാണ്, തീറ്റയും കുറയ്ക്കാനും പറ്റണില്ല, ഈ എക്സസൈസും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല എന്നുള്ളത്. ഒരു കാലത്ത് വണ്ണം വെക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ്. എന്തായാലും മനുഷ്യൻ്റെ ഓരോരോ അവസ്ഥകൾ. അപ്പം അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ച് ഒരു പാതി ഉറക്കത്തിലാണ് ഞാൻ. കാരണം ഞാൻ മുഖമൊന്നും കഴുകിയിട്ടൊന്നുമില്ല. എഴുന്നേറ്റ് ഉടനെ തന്നെ വന്ന് കാപ്പിയിട്ട് കൊടുക്കുക. കാരണം ഏട്ടൻ പോയതിന് ശേഷം ഞാൻ ഉറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ കാപ്പിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. പിന്നെ പെണ്ണുങ്ങളെ പോലെ അല്ലല്ലോ, പ്രത്യേകിച്ചും എൻ്റെ കിട്ടിയവനൊക്കെ വെറും 5 മിനിറ്റ് മതി റെഡി ആവാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അങ്ങനെ ഉറക്കം തോന്നി അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഏട്ടൻ ഇറങ്ങാനായപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്. ഒറ്റ മനുഷ്യൻ എഴുന്നേറ്റിട്ടില്ല. പിന്നെ ആ സൈഡിലുള്ള വീട്ടിലെ ചേച്ചി ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും, പോണതിന് മുന്നേ പണിയൊക്കെ തീർക്കണമല്ലോ. അതുകൊണ്ട് അവരുടെ വീട്ടിൽ മാത്രം ലൈറ്റ് ഉണ്ട്. വേറെ ഈ പരിസരത്തൊന്നും ആരും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കെട്ടുവൻ പോയി. ഇനി വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വരും. ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പിന്നെയും പോത്തുപോലെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഉറങ്ങൂല എന്നൊക്കെ വലിയ വീരവാദമായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ദിവസം മുന്നുള്ള അപ്പത്തിൻ്റെ മാവും കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, ദോശയുടെ മാവും കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അന്നുണ്ടാക്കിയ മുട്ടക്കറീൻ്റെ ഗ്രേവി, സവാള അത് കൂടിയിട്ട് അതും കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ ആ 2 സംഭവങ്ങൾ കൂടെ ചുട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ആവുകയും ചെയ്യും. അതിങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആ 2 അപ്പം മാമയ്ക്കും പപ്പയ്ക്കും ദോശയും കൊടുത്തു. ഞാൻ അപ്പവും കഴിച്ചു. ഞാൻ കഴിച്ചിട്ടും പിന്നെ അപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ടയൊന്ന് പുഴുങ്ങാനിട്ടിട്ട് ആ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സംഭവം റെഡിയായല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ന്യൂസിലും സംഭവങ്ങളിലുമൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ആ ഡോക്ടർ ആ കുട്ടീനെ റേപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡോക്ടർ കുട്ടി എന്താ പറയുക, ഇപ്പം എല്ലായിടത്തും ഭയങ്കര രീതിയിൽ ആൾക്കാർ റിയാക്ട് ചെയ്തിട്ട് പ്രക്ഷോഭങ്ങളും സംഭവങ്ങളും ഒക്കെ അതിനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഫേസ്ബുക്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എന്താ പറയുക ന്യൂസും കുറേ ആൾക്കാർ പോസ്റ്റ് ഇട്ടിരിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഒരു പോസ്റ്റ് എനിക്ക് ഭയങ്കര ഇതായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം എന്താ പറയുക ഇങ്ങനെ റേപ്പും സംഭവങ്ങളൊക്കെ കൂടി വരണ സമയങ്ങളിൽ, സ്കൂളിങ് സമയത്താണെങ്കിലും ഒരു പെൺകുട്ടി ഒരു ഇച്ചിരി വിവരം വെച്ച് കഴിയുമ്പം എന്താ പറയുക അവരെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്നുള്ളത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പോസ്റ്റിലുണ്ടായിരുന്നത്, പെൺകുട്ടികൾ മാത്രം നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചാൽ മതിയോ, ആൺകുട്ടികളെയും പഠിപ്പിക്കേണ്ടത്? അത് ഉള്ള കാര്യമല്ലേ? കാരണം ഇപ്പം എന്താ പറയുക, എല്ലായിടത്തും പെൺകുട്ടികളെ ഭയങ്കര ഇതാക്കുന്നുണ്ട്. പെൺകുട്ടികൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിച്ചു. പിന്നെ കുറേ ആൾക്കാർ എന്താ പറയുക അവരുടെ ഡ്രസ്സിൻ്റെ സംഭവങ്ങൾ കുറ്റം പറയുന്നുണ്ട്. അവർ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടുന്നതുകൊണ്ടല്ലേ, വയറ് കാണിക്കുന്നതുകൊണ്ടല്ലേ, സ്ലീവ്ലെസ് ഇടുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നെങ്കിലും നമ്മളൊരു പെൺകുട്ടിയാണ്, ഇന്നത്തെ സൊസൈറ്റീനെ പേടിച്ചിട്ട് തന്നെയാണ്, അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു 6 മണിക്ക് ശേഷം നമ്മൾ പുറത്ത് വരാൻ ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചീത്ത വരാൻ പാടില്ല.
രാത്രി സമയങ്ങളിൽ നമ്മൾക്ക് പുറത്ത് ആൺകുട്ടികളിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന പോലെ നമ്മൾക്ക് പോകാൻ പറ്റില്ല, വിടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ സമയം കൊണ്ട് ഇനി വരുന്ന അറ്റ്ലീസ്റ്റ് ഇനി വളർന്നു വരുന്ന തലമുറയിൽ ആൺകുട്ടികളോടെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ, നമ്മൾ എന്താ പറയുക, ഒരു 6 മണിക്ക് ശേഷം ഒരു പെൺകുട്ടി റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നീ കാരണം അവർക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അവരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ. പിന്നെ ഈ എന്താ പറയുക, നമ്മളെ പെൺകുട്ടികളെ എന്താ പറയുക, അടച്ചിട്ട പോലെ അവൾക്ക് ചിറക് കൊടുക്കാണ്ട് സൊസൈറ്റീനെ പേടിച്ച് ഒരു വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുന്നതിനെക്കാട്ടിലും നല്ലത് വളർന്നു വരുന്ന ആൺകുട്ടികൾക്കും കുറച്ച് എന്താ പറയുക എഡ്യൂക്കേഷനും സംഭവങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഒരു പെൺകുട്ടീനെ ഇന്ന ഭാഗങ്ങളിൽ നീ തൊടാൻ പാടില്ല, അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു ആൺകുട്ടീനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നുള്ളത് അവരുടെ പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇനിയെങ്കിലുമുള്ള തലമുറയിൽ ആൺകുട്ടികളെ ഈ രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. നമ്മൾ ഒരാൾ നന്നാവുന്നത് കൊണ്ട് ചിലപ്പോൾ സൊസൈറ്റി നന്നാവണം എന്നില്ല. പക്ഷെ പയ്യെ എന്താ പറയുക, ഇതിങ്ങനെ പാസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം നമുക്ക് ചെയ്തുകൂടെ. പിന്നെ അതുപോലെ ഞാൻ ജസ്റ്റ് ഇതേപ്പറ്റി പറയുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ തന്നെ കൂടുതലായിട്ടും കല്യാണം കഴിച്ച് വിടുന്ന ഒരു സമയമാകുമ്പോൾ അവരുടെ പാരൻസും സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നീ നിൻ്റെ ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യണം, നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ നിങ്ങളിൽ എത്ര അമ്മമാർ നിങ്ങളുടെ ആൺമക്കൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നിൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന കുട്ടീനെ, നിൻ്റെ ഭാര്യേനെ നീ ഇനി മുതൽ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന എത്ര ആൺകുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ചെറുപ്പം മുതലേ എന്താ പറയുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുത്താൽ അവർ ഓഫ് കോഴ്സ് അവരുടെ മുന്നിൽ വരുന്ന പെൺകുട്ടീനെ ഒരിക്കലും തെറ്റായിട്ടുള്ള രീതിയിൽ കാണില്ല. അവർക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്നേ തന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പോഴത്തെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നുമല്ല പറയുന്നത്. ഒരുപാട് പേര് ഇപ്പം എന്താ പറയുക, ഇങ്ങനെ ആൺകുട്ടികളെ ആണെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നിയത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് അത് കണ്ടപ്പം ആ ഒരു കോട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അത് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അയാൾ ആ ചിന്തിച്ചത് ഭയങ്കര അടിപൊളിയായിട്ട് അയാളത് ചിന്തിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. ദോശ ഞാനത് ചുട്ടു, പിന്നെ അപ്പവും എന്താണെങ്കിലും സംഭവങ്ങളൊക്കെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ ഗ്യാസിൽ തന്നെയാണ് തിളപ്പിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറയുക, വെള്ളം ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി ആയപ്പോഴത്തേക്കും അത് തിളയ്ക്കുന്നതിനെക്കാട്ടിലും മുന്നേ നമ്മുടെ ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ പിന്നെ പപ്പ പറഞ്ഞു, ഈ വെള്ളം ഇനി തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് വാട്ടച്ചുക വരുമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ വെള്ളം പപ്പ കുളിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഞാനത് തിളപ്പിക്കാനൊക്കെ വെച്ചു. പിന്നെ ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സൂപ്പറായിട്ടുള്ള എന്താ പറയുക, ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടും. ഞാനിത് യൂഷ്വലി എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഇച്ചിരി ഞാൻ എഴുന്നേക്കാൻ വൈകിയത് കൊണ്ടാണ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ ചുട്ടില്ല, പപ്പയ്ക്ക് ഉള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ അലാറം വയ്ക്കും. ഒരു 10 മിനിറ്റ് ഞാൻ ഫോണിൽ അലാറം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനൊരു താങ്ക് യു പറയും. അതിനുശേഷം നമുക്കിപ്പം ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഇപ്പം ഉടനടി അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ലൈഫിൽ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ് വേണ്ട സംഭവങ്ങൾ അത് ഓൾറെഡി എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു താങ്ക് യു പറയും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഒരു 10 മിനിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഫസ്റ്റത്തെ സമയങ്ങളിലൊക്കെ നമുക്ക് കോൺസെൻട്രേഷനൊന്നും കിട്ടുന്നില്ല, അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ മനുഷ്യരാണ്, പല പല ചിന്തകളൊക്കെ നമ്മുടെ മൈൻഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. ഇപ്പം ഒരു എന്താ പറയുക, ഒരു സെക്കൻഡിൽ നമ്മളുടെ മൈൻഡ് ഔട്ടായി പോയാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നിട്ട് ഒന്നും കൂടെ ബാക്ക് ടു ആക്ഷൻ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് ഇതാണ്. എനിക്കറിയില്ല ആരൊക്കെ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളുടെ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനും
അങ്ങനെയൊക്കെ ഭയങ്കര ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പുസ്തകങ്ങൾ സീക്രട്ട് അതൊക്കെ വായിച്ച് പിന്നെ അതിന് കുറേ വീഡിയോസും സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷേ ഭയങ്കര ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സംഭവങ്ങളും പിന്നെ എൻ്റെ മുഖത്തെ കുറച്ച് കലാപരിപാടികളും സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനിയപ്പം ഞാൻ അപ്പം ചുടാൻ വേണ്ടിയിട്ട് വന്നു. എനിക്ക് അപ്പം ചുട്ടതിന് ശേഷവും പിന്നെ ഞാൻ മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാണ്ട് കുറച്ച് കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമ്മുടെ വട്ടയപ്പം പോലെ ആക്കിയെടുക്കും. പിന്നെ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏലക്കാപ്പൊടിയും കൂടി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ വല്ല ബിരിയാണിക്ക് വെക്കണ സമയത്തേക്കാണ് അങ്ങനെ ആ ഒരു ഏലക്കയൊക്കെ ഇവിടെ വാങ്ങിച്ച് അല്ലെങ്കിൽ പായസമൊക്കെ വെക്കണ സമയത്ത് നമ്മൾ ഏലക്ക മേടിച്ച് വയ്ക്കാറുള്ളൂ. അതിനൊക്കെ നല്ല പൈസയാണല്ലോ. അപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾക്ക് സ്റ്റോക്കൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഇച്ചിരി നേരം വെച്ചു. ഒരു മണിക്കൂറെങ്ങാണ്ട് വെച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം വരും. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അപ്പമൊക്കെ ചുട്ട് ഇരിക്കുകയാണ്. നല്ല അടിപൊളി അപ്പമായിരുന്നു കേട്ടോ. കുറേ കണ്ണൊക്കെ ആയിട്ട് എനിക്കങ്ങനെ കുറേ കണ്ണിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ തിളച്ചു. അപ്പോൾ വെള്ളമൊക്കെ ഓഫ് ചെയ്തെടുത്തു. അപ്പമൊക്കെ ചുട്ടു. പിന്നെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണ വീഡിയോ ഞാൻ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് നമുക്ക് കുറച്ച് ക്ലീനിങ്ങും സംഭവങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ റൂം എന്ന് പറയുന്നത് ഹോളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിക്കപ്പോഴും ആ ഒരു ഹോളിൻ്റെ വീഡിയോ മാത്രമാണല്ലോ ഇത് എടുക്കണുള്ളൂ, നീ അത് മാത്രമേ ക്ലീൻ ചെയ്യണുള്ളൂ എന്ന്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. മറ്റേ ഹോളിൻ്റെ ഹോള് ക്ലീൻ ചെയ്യണ ദിവസമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ മൂഡുണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്കെന്തോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നാറില്ല. അപ്പം അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉടനെ തന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ സമയത്തിലോട്ടേക്ക് കടന്നു. ഈ നമ്മൾക്കിങ്ങനെ കാർപോർച്ചില്ലേ മറ്റേ സൈഡിലായതുകൊണ്ട് ഫ്രണ്ടിൽ കാർപോർച്ച് അല്ലാത്തതുകൊണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ഇതാണ്. ഈ ഏട്ടനാണെങ്കിലും പപ്പയാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഈ പടിയിലേക്ക് ചെരുപ്പിട്ടങ്ങ് ചവിട്ടിക്കയറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടെ എപ്പോഴും പൊടിയിരിക്കും. എനിക്ക് ഏത് സമയമാണെങ്കിലും നമ്മൾക്ക് അടിക്കാനും അവിടെ തുടയ്ക്കാനും മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ നമ്മളൊരു ഒരു വാർക്ക പോലെ ഒരു ഷെയ്ഡ് പോലെ വെച്ചിരിക്കണത് ഇച്ചിരിയും കൂടെ ഒരു കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് മാറ്റിയിരുന്നെങ്കിലും മഴ പെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പം ഇച്ചിരി കുറവായതുകൊണ്ട് മഴ പെയ്യുമ്പോഴാണല്ലോ ചെളി ചവിട്ടിക്കയറ്റാം. മറ്റേ വെള്ളം അടിക്കുകയും ചെയ്യും. അപ്പോൾ ചെളിയൊക്കെ ചവിട്ടി കൂട്ടിയിട്ട് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ മാറാലയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ മാറാലക്കോല് അന്നേ പോയല്ലോ, പിന്നെ മേടിച്ചിട്ടില്ല. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചൂലായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ജനലാണെങ്കിലും എല്ലാമാണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. ഇവിടെ ഇത്രയും കാലം നമ്മുടെ പുൽച്ചൂല എന്നാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുൽച്ചൂലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കാറില്ല. കാരണം ഞാനൊന്ന് അടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും 10-15 മറ്റേ അതിൻ്റെ പുല്ലിൻ്റെ മറ്റേ സംഭവമില്ലേ അതിങ്ങനെ വിട്ട് പോയി കിടക്കണുണ്ടാവും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ പുറത്തൊക്കെ ഈ സംഭവം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പപ്പ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മേടിച്ചതാണ്. ഇതെന്തായാലും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മഞ്ഞ കളറ് ഇരിക്കണ സംഭവമില്ലേ അത് മാത്രം ഇടയ്ക്ക് അടിക്കണ സമയത്ത് ഒന്ന് ലൂസായി പോവും. പക്ഷെ നമുക്കത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കുറേ നാൾ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. പക്ഷേ പുൽച്ചൂല് വെച്ച് അടിക്കുമ്പം ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് യൂസ്ഡ് ആയി കഴിഞ്ഞ് ഇനിയുമ്പം പ്രശ്നമില്ല. ലോങ് ലാസ്റ്റിംഗ് ആണ് സംഭവങ്ങൾ. അപ്പം അങ്ങനെ ഞാനിത് അടിച്ചൊക്കെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുടയ്ക്കാൻ കൂടെ ചെയ്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഈ പറമ്പിൽ പപ്പ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് പോകുമല്ലോ മറ്റേ പുല്ല് പറിക്കാനും ഇതിനൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ചവിട്ടി നമ്മൾ എത്രയൊക്കെ തൂത്താലും എപ്പോഴും ഫുൾ ടൈം ഇവിടെ പൊടിയായിരിക്കും. എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് കയറുക ഇറങ്ങുക അങ്ങനത്തെ ഒരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് എത്രയൊക്കെ തൂത്താലും എപ്പോഴും നമ്മുടെ ഇവിടെ പൊടി കാണും. അപ്പം അങ്ങനെ ഞാനൊന്ന് അടിച്ചൊക്കെ എടുത്തിട്ട് ഒന്ന് തൂക്കുകയല്ല തുടച്ചു. പിന്നെ ഞാൻ റെസ്റ്റ് ചെയ്തില്ല. നമുക്കറിയാമല്ലോ ഞാൻ ഇരുന്ന് കഴിഞ്ഞ് പോയി. അപ്പോൾ തന്നെ ഞാൻ മറ്റേ വട്ടയപ്പത്തിൻ്റെ സംഭവങ്ങൾ കൂടെ ഞാനൊന്ന് ആക്കിയെടുത്ത്. അപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു 1-1.5 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത്യാവശ്യം നമ്മളുടെ സംഭവം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. നമ്മൾ വേറെ എഫേർട്ടൊന്നും എടുക്കണില്ലല്ലോ. നമ്മൾ അപ്പത്തിന് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ബാക്കി വന്നതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തൂകിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ മിക്കപ്പോഴും ചില സമയങ്ങളിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുമ്പോൾ വൈകുന്നേരം 4 മണിക്ക് ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഒരടിക്ക് നമ്മളുടെ 2 പണികളും കൂടെ കഴിഞ്ഞുവല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ വെള്ളം ഒന്ന് ആവി കയറ്റിയിട്ട് ഒരു 10 മിനിറ്റ് കറക്റ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വരും. ഞാൻ പിന്നെ നമ്മളുടെ മറ്റേ പണ്ട് ഇർക്കിൾ വെച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ
ഇപ്പം മറ്റേ കത്തിയുടെ കൂർബനയില്ലേ അത് വെച്ചിട്ട് കുത്തി നോക്കും. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം കൂടെ വേവിക്കും. ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റ് വേവായി എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഞാൻ അത് എനിക്ക് ആരും പഠിപ്പിച്ചു തന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ അത്യാവശ്യം കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഞാനതൊന്ന് എടുക്കി വയ്ക്കട്ടെ. പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏട്ടൻ എന്തായാലും വൈകുന്നേരമാണ് ഫുഡ് കഴിക്കാനുണ്ടാവുക. അപ്പം നമ്മൾക്ക് മീൻ നമ്മൾ ഓൾറെഡി പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വരത്തില്ലല്ലോ. അപ്പോൾ പപ്പ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് നമുക്കൊരു മോരും കൂടെ കാച്ചാം, പിന്നെ മീനും വറുത്താൽ മതിയല്ലോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം നമുക്ക് ബീഫുണ്ട്. ബീഫ് ഓൾറെഡി ബീഫും കായും കൂടെ വെച്ചത് കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ പപ്പ മിക്കവാറും മറ്റേ ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചാറായിട്ട് വെക്കുമായിരിക്കും. അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് എനിക്ക് ഈ വട്ടയപ്പത്തിൻ്റെ പരിപാടി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ എന്താണ്, പിന്നെ ഉച്ചയ്ക്ക് ആ മോര് കാച്ച അധികം സമയം വേണ്ടല്ലോ. ചോറ് കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു 10 മിനിറ്റ് മുന്നേ ആ സംഭവം ചെയ്താൽ മതി. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ കുറച്ച് സമയം എൻ്റെ റിലാക്സിങ് മൂഡാണ്. പിന്നെ ഞാൻ നമ്മുടെ മോര് കാച്ചലിൻ്റെ പണി എന്താ പറയുക ചെയ്തുകൊണ്ടിരുന്നു. ഈ മോര് കാച്ചൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ അവിടെ പുറത്തായിരുന്ന സമയത്ത് നമുക്ക് മിക്കപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഒലത്തുണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മോര് കാച്ചാണ്. ഇത് അവിടെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്നിട്ട് പുളിയില്ലാത്ത കട്ടത്തൈരാണല്ലോ കിട്ടുക. അത് വെച്ചിട്ട് ഇങ്ങനെ മോരുണ്ടാക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഈ മോരിൻ്റെ ഇത് ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര അപാര ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പപ്പ ചോറ് അടുപ്പത്ത് വെച്ചിട്ട് പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതും ഊറ്റി ഞാൻ വെച്ചു. എനിക്ക് അടുപ്പ് കത്തിക്കുക എന്നുള്ളത് എനിക്ക് തീരെ അറിയാത്ത സംഭവമാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഊതി ആക്കി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കഴിച്ചു. മീൻ വറുത്തതും അച്ചാറും മോരുകറിയുമായിരുന്നു. എനിക്ക് ചിക്കൻ അങ്ങനെ മുതലായ ഹെവി ഐറ്റംസിനെക്കാട്ടിലൊക്കെ എനിക്കിഷ്ടം ഇങ്ങനെ ഒരു മോര് കാച്ചിയതും അച്ചാറും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മറ്റ് കുറേ സംഭവങ്ങളുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഭക്ഷണം ഞാൻ ഇതുള്ളപ്പോൾ കഴിക്കും. അപ്പോൾ ചോറും മീൻകറിയും അച്ചാറും അളിയൻസൊക്കെ ആയിട്ട് ഞാനങ്ങനെ അറമാദിച്ച് ചോറൊക്കെ തിന്നു. അപ്പോൾ ശരി കേട്ടോ, ടാറ്റാ.